എല്ലാവർക്കും നമസ്കാരം. JP മാർക്കറ്റ് വിങ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോ ലേണിംഗ് സീരീസിൻ്റെ ഫൈനൽ പാർട്ടായിട്ടുള്ള മൂന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാനില്ല, വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഫോറക്സിൻ്റെ ടേംസുകളും കുറച്ച് കാൽക്കുലേഷൻസുകളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഫോറക്സിൻ്റെ ടേംസുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ടേമുകൾ, കോഡ് വേർഡുകളും കാര്യങ്ങളൊക്കെ ഫോറക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ടേമുകളെ ഞാൻ രണ്ട് കാറ്റഗറിയായി തിരിച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് ബേസിക് ടേംസ്, അഡ്വാൻസ് ടേംസ്, അങ്ങനെ രണ്ട് കാറ്റഗറിയാണ്. ബേസിക് ടേംസ് നമ്മൾ നോക്കാന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു 6 കാറ്റഗറീസ് ആണ് നമുക്ക് ബേസിക് ടേംസിൽ വരുന്നത്. ക്രിയേറ്റർ, ഡീലിംഗ് സ്പ്രെഡ്, ഹാൻഡിൽ, എക്സ്റ്റെൻഡഡ്, സ്ലിപ്പേജ്, സ്ലിപ്പറി. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ ബേസിക് ടേംസുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾ ഫോറക്സിൽ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടേംസുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇത് ഇന്നൊരു സംഭവമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉള്ള ജസ്റ്റ് നോളേജ് ബേസ് ആയിട്ട് കേട്ടു പോകാന്നുള്ളൂ. ബട്ട് അഡ്വാൻസ് ടേംസിൻ്റെ കാറ്റഗറി വരുന്ന ഈ ഒരു 6 കാറ്റഗറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടേമുകളാണ്. കാരണം ഇത് ഡെയിലി ബേസ് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് ബേസിക് ടേംസുകളെ കുറിച്ചൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമാണ് ക്രിയേറ്റർ. ഈ ക്രിയേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് അത്യാവശ്യം സെല്ലിംഗ് പ്രഷറുണ്ട്. അപ്പോൾ എനി ടൈം മാർക്കറ്റ് ഒരു ഫോളിങ്ങിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള ഒരു സൂചനകൾ തരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. അതായത് ക്രിയേറ്റർ മാർക്കറ്റ് ആണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മാർക്കറ്റ് ഒരു പവർഫുൾ ആയിട്ടുള്ള സെല്ലിങ്ങിനുള്ള ഒരു സാധ്യതകളുണ്ടെന്നൊക്കെ പറയില്ല. അതിനെയാണ് നമ്മൾ ഈ ക്രിയേറ്റർ എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തേതാണ് ഡീലിംഗ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഡീലിംഗ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ബിഡ് ആസ്ക് എന്ന് പറഞ്ഞ 2 കാറ്റഗറീസ് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, ബിഡ് ആസ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ബേസ് കറൻസി, കോഡ് കറൻസിയുടെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു. എങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് പിപ്സ് ബിറ്റ്വീൻ ബിഡ് ആൻഡ് ആസ്ക് എന്നാണ് പറയുന്നത്. അതായത് നമ്പർ ഓഫ് പിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിഡ് പ്രൈസിൻ്റെയും ആസ്ക് പ്രൈസിൻ്റെയും ഇടയിലുള്ള പിപ്സുകളുടെ എണ്ണത്തെയാണ് ഡീലിംഗ് സ്പ്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ബിഡ് പ്രൈസ്, ആസ്ക് പ്രൈസ് മൂവ് ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പിപ്സുകളുടെ എണ്ണം നമുക്ക് എന്താ പറയുക ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് ഫിക്സ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആവില്ല. അതിന് ഓരോ വോളറ്റിലിറ്റിയുടെ ഏരിയ ചേഞ്ച് ആവുന്ന വെച്ചിട്ട് പിപ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഓക്കെ, ഡീലിംഗ് സ്പ്രെഡ് കൂടുക, ഡീലിംഗ് സ്പ്രെഡ് കുറയാന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബിഡ് പ്രൈസിൻ്റെ ആസ്ക് പ്രൈസിൻ്റെ ഇടയിലുള്ള പിപ്പുകളുടെ എണ്ണം വ്യത്യാസം വരുമ്പോഴാണ് ഈ ഒരു ടേം നമ്മൾ അധികം ഉപയോഗിച്ച് വരുന്നത് ഫോറക്സിൽ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു ടേമാണ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ പിപ്സുകളെ കാൽക്കുലേഷൻ ചെയ്യുന്ന ഡെസിമലിന് ശേഷമുള്ള നമ്പറുകളെ കൗണ്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അത് നിങ്ങൾ വഴിയ വീഡിയോയിൽ പഠിക്കും. അപ്പോൾ ഓരോ പിപ്സുകളുടെ കാൽക്കുലേഷൻ ഏരിയ ഇങ്ങനെ 100 വെച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളൊരു ഹാൻഡിൽ ഏരിയ കംപ്ലീറ്റ് ആയെന്നാണ് പറയുക. ഹാൻഡിൽ എന്ന് പറഞ്ഞ ടേം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫോറക്സ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ടേമാണ്. പിന്നെ ബേസിക് ടേംസിന്റെ 4ാമത്തെ ടേംസ് ആണ് എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിന്റെ പ്ലാൻ ഉണ്ടാക്കി അവരത് ഇത്ര ദൂരം ഇത്ര ഫാസ്റ്റ് ആയിട്ട് തന്നെ സഞ്ചരിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴൊക്കെയാണ് ഈ എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞ ടേം യൂസ് ആവുക. അതായത് ഒരു മാർക്കറ്റിന്റെ എക്സ്റ്റെൻഡഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി എക്സ്റ്റെൻഡഡ് ആയിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചറിൽ നമ്മൾ ഈ എക്സ്റ്റെൻഡ് എന്നുള്ള വേർഡ് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മാർക്കറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കാനായിട്ട് പോകുന്നുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഈ എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞ ഒരു വേർഡിന് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഈ എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞ വേർഡ് കൂടുതലും ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ടേംസിന്റെ 5ാമത്തെ ടേമിനെ കുറിച്ചാണ്. അതായത് സ്ലിപ്പേജ് എന്ന് പറഞ്ഞ ടേമിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സ്ലിപ്പേജ് എന്ന് പറഞ്ഞ ടേമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്താണ് സ്ലിപ്പേജ് എന്നുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തിലോട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുക എന്നൊക്കെ പറയില്ലേ. മാർക്കറ്റിന്റെ ഹൈ വോളറ്റിലിറ്റി ഉള്ള സമയത്ത് നമ്മൾ മാർക്കറ്റിലോട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. ബൈ ഓർഡർ ആയിക്കോട്ടെ, സെൽ ഓർഡർ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അതിന്റെ ബിഡ് പ്രൈസിന്റെ ആസ്ക് പ്രൈസിന്റെയും ഇടയിലുള്ള ഒരു വോളറ്റിലിറ്റി കാരണം, അതായത് അധിക ഓർഡറുകളും ലാർജർ ക്വാണ്ടിറ്റി ഓർഡറുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഹൈ വോളറ്റിൽ ആയിരിക്കുമല്ലോ. അങ്ങനെ വോളറ്റിലിറ്റി ഉള്ള സമയങ്ങളിൽ മാർക്കറ്റിലോട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് വിചാരിച്ച ആ ഒരു വാല്യൂയിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക. ഫോർ എക്സാമ്പിൾ ഒരു മാർക്കറ്റ് ഓർഡർ ആണ് നിങ്ങൾ അതിലോട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡർ കറക്റ്റ് ആ ഒരു വാല്യൂ, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു വാല്യൂ പ്ലേസ് ആവാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പ്ലേസ് ആവണേ നമ്മൾ ഈ സ്ലിപ്പേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സ്ലിപ്പേജ് വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സ്ലിപ്പേജ് ഇല്ലാതെ നിങ്ങൾക്ക് ആ മാർക്കറ്റിനെ നല്ല രീതിയിൽ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞുള്ള ഓർഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓർഡർ ഇടുമ്പോൾ ഉണ്ടാവുന്ന ഹൈ വോളറ്റിലിറ്റി ഉള്ള ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഈ സ്ലിപ്പേജ് നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുക. ഓക്കെ, പിന്നെ നമുക്ക് ബേസിക് ടേംസിന്റെ 6ാമത്തെ ടേം ആയിട്ടുള്ള സ്ലിപ്പറിനെ കുറിച്ച് നോക്കാം. സ്ലിപ്പറി എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റിന്റെ പ്ലാനിങ് എന്താ നമുക്ക് അറിയാൻ പറ്റില്ല. അതായത് മാർക്കറ്റ് പ്ലാൻ ചെയ്യാണ് ഒരു ഡിറക്ഷനിലോട്ട് നമുക്ക് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് ഒരു വലിയൊരു സ്പൈക്കൊക്കെ ഒന്ന് ക്യാൻഡിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ പറ്റില്ല. അപ്പോൾ അത് ഏത് ഡിറക്ഷനിലോട്ടാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് മാർക്കറ്റിന് സ്ലിപ്പറി മൂവിലുള്ള സാധ്യതകൾ എന്ന് പറയാം ഫോറക്സ് മാർക്കറ്റിൽ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്
ഫോറക്സിന്റെ അഡ്വാൻസ് ടേമുകളെ കുറിച്ചാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ടേംസുകളാണ്. ഇത് നിങ്ങൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോവുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലോട്ടിനെ കുറിച്ചാണ്. ലോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർക്കറ്റിന്റെ ക്വാണ്ടിറ്റി. അതായത് നമുക്കൊരു എക്സ്ചേഞ്ച് നമുക്കൊരു പ്രൊഡക്റ്റിനെ ബൈങ്ങിനോ സെല്ലിങ്ങിനോ ആയിട്ട് കസ്റ്റമേഴ്സിന് തരുമ്പോൾ ആ ഒരു ഫിക്സ് ക്വാണ്ടിറ്റി റിക്വയർമെന്റ് ഉണ്ടാവും. അതായത് ഇത്ര ക്വാണ്ടിറ്റി കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടാവും. അങ്ങനെ പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ മാർക്കറ്റിലൂടെ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ലിമിറ്റേഷൻ സെറ്റ് ചെയ്യുന്നതാണ് ലോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാറ്റഗറി വൈസ് തിരിച്ചിട്ടാണ് നമ്മൾ ഓരോ ലോട്ടുകളിൽ നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറീസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. ഈ സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട്, നാനോ ലോട്ട്, ഇതാണ് ആ കാറ്റഗറീസ്. ഇതിൽ സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ലോട്ടാണ്. ഏറ്റവും ചെറിയ ലോട്ട് എന്ന് പറഞ്ഞാൽ നാനോ ലോട്ടാണ്. അത് ചെറിയ ക്വാണ്ടിറ്റി. ഓക്കെ, ആ ലോട്ടുകളുടെ യൂണിറ്റ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. അത് നാനോ എന്ന് പറയുമ്പോൾ 100 യൂണിറ്റ് ആണ് വരെ നാനോ ലോട്ട് എന്ന് പറയുമ്പോൾ. മൈക്രോ എന്ന് പറയുമ്പോൾ 1000, മിനി എന്ന് പറയുമ്പോൾ 10,000, സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 lakh ആണ് അതിന്റെ യൂണിറ്റ് വരിക. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞു വെക്കുന്നത് പറയുന്നത്, ഇത് നമ്മൾ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കാൽക്കുലേഷൻ നമുക്ക് ഈ ലോട്ടിന്റെ യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ യൂണിറ്റുകളുടെ മാത്തമാറ്റിക്സ് ആണ് നമുക്ക് ലോട്ടുകളുടെ പ്രോഫിറ്റ് ലോസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഓരോ ട്രേഡിൻ്റെയും ഓക്കെ പ്രോഫിറ്റ് ലോസ് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ലോട്ടുകളുടെ യൂണിറ്റുകളാണ്. ഓക്കെ, ലോട്ട് സൈസിന്റെ യൂണിറ്റും കൂടാണ് നമുക്ക് മൂന്നാമത് വരുന്ന ഒരു സംഭവമാണ് വോളിയം. ഈ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മൾ ലോട്ടുകളെ സെലക്ഷൻ ചെയ്യുമ്പോൾ 0.01 ലോട്ട്, 0.02 ലോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ലോട്ടുകളെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഈ വോളിയം. അപ്പോൾ നമുക്ക് ഈ ഒരു വോളിയത്തിന്റെ നമ്പറാണ് നിങ്ങൾക്ക് ഫോറക്സ് ബ്രോക്കറിനുള്ളിൽ ലോട്ട് സെലക്ഷൻ്റെ അവിടെ കാണാനായിട്ട് പറ്റുക. നാനോ ലോട്ടായിട്ട് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റിന്റെ അവിടെ നിങ്ങൾക്ക് 100 യൂണിറ്റിന്റെ മുകളിലായിരിക്കും കാൽക്കുലേഷൻ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് വോളിയത്തിന്റെ അവിടെ നിങ്ങൾ ലോട്ടിന്റെ അവിടെ ഇടുമ്പോൾ 0.01 ലോട്ട് അല്ലെങ്കിൽ 0.02 ലോട്ട് അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ട്രേഡിങ്ങിലോട്ട് എൻട്രി ചെയ്യുക അല്ലേ. അപ്പോൾ അതേപോലെ മൈക്രോ ആണെങ്കിൽ നിങ്ങൾക്ക് 0.01 ആവും, മിനി ആവുമ്പോൾ നിങ്ങൾക്ക് 0.10 ആവും, സ്റ്റാൻഡേർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് 1 ആവും. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വളരെ വലിയ ലോട്ടാണ്. 1 lakh യൂണിറ്റ് ആണ് നമുക്ക് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും നമുക്ക് ലിവറേജ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു ലോട്ട് സൈസ് കൂടുന്തോറും അതിൻ്റെ പ്രോഫിറ്റ് സാധ്യതയും ലോസ് സാധ്യതയും അതേ രീതിയിൽ തന്നെ കൂടി വരികയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് പിപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളം കൂടി നമുക്ക് നോക്കാം. ഈ പിപ്പ് വാല്യൂ എന്ന് ഉദ്ദേശിച്ച് നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷനാണ്, പ്രോഫിറ്റ് കാൽക്കുലേഷനാണ്. അതായത് നാനോ ലോട്ടിൽ നമ്മളൊരു 100 യൂണിറ്റിൻ്റെ ലോട്ട് നാനോ ലോട്ട്, അതായത് 0.01 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലോട്ട് സൈസ് എൻട്രി ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് $0.01 ആണ് നിങ്ങൾക്ക് പെർ പിപ്പിന്റെ മുകളിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുക. ആ സമയം നിങ്ങൾ മൈക്രോൾ ചെയ്യുമ്പോൾ $0.10 ആണ് നിങ്ങൾക്ക് പെർ പിപ്പിന്റെ മുകളിൽ ലഭിക്കുക. മിനി ലോട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $1 ആണ് പെർ പിപ്പിന്റെ മുകളിൽ ലഭിക്കുക. സ്റ്റാൻഡേർഡ് ലോട്ട് ആണെങ്കിൽ പെർ പിപ്പിന്റെ മുകളിൽ നിങ്ങൾക്ക് $10 ആണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുക. ലോസ് വന്നാലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലോട്ട് സൈസും വോളിയം യൂണിറ്റും പിപ്പും ഇതിൻ്റെ ഒരു കാൽക്കുലേഷനും. ഓക്കെ, ഇത്ര പ്രോഫിറ്റ് കാൽക്കുലേഷൻ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അതിൻ്റെ ഐഡിയ മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ഒരു വട്ടം വീഡിയോ കണ്ട് മനസ്സിലായെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻസ് ടേംസിൽ രണ്ടാമത്തെ ടേമായ പിപ്പ് എന്താണെന്നാണ്. പിപ്പിൻ്റെ ഫുൾ ഫോം ആണ് പെർസെൻറ്റേജ് ഇൻ പോയിന്റ്. ഓക്കെ, പിപ്പിന്റെ മെയിനായിട്ടുള്ള യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറൻസികളിലാണ് ഫോറക്സ് മാർക്കറ്റിൽ കൂടുതൽ ട്രേഡ് ചെയ്യുക. കറൻസികളിൽ മെറ്റലിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ കറൻസികൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. കുഞ്ഞൊരു ദശാംശത്തിന് ശേഷമുള്ള ഒരു വാല്യൂ, അതായത് 1.00010002. ഓക്കെ, അങ്ങനെയുള്ള ചെറിയ ചേഞ്ചസുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ചേഞ്ചസുകൾ നമ്മൾ പ്രോഫിറ്റ് ലോസിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എത്ര പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ എത്ര ലോസ് വരും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണക്ക് കൂട്ടാനായിട്ടാണ് നമ്മൾ ഈ പിപ്പുകളെ യൂസ് ചെയ്യുന്നത്. ഈ പിപ്പുകൾ കൂടാതെ അതിൽ ഒരു സബ്സെക്ഷൻ വരുന്നതാണ് പിപ്പറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ. പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലും ചെറുത്, അതിൻ്റെയും നാനോ വാല്യൂ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ദശാംശത്തിന് ശേഷം ഒന്നുകൂടി നമ്മൾ ഒന്നുകൂടി ഡീപ്പായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ചെയ്യാന്ന് പറയില്ല, അതിനാണ് പിപ്പറ്റ് എന്ന് പറയുക. അതായത് ഫ്രാക്ഷണൽ പിപ്പ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, അതായത് എന്താ പറയുക, അതിൻ്റെ പ്രൈസിന് ശേഷം നമുക്ക് വീണ്ടും ഒരു കുഞ്ഞൊരു ഇൻഡിക്കേഷൻ, ചെറിയൊരു മൂവ്മെന്റ്, അതായത് 1.15 തന്നതിന് ശേഷം 1.15.1 എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പിപ്പറ്റിനെ യൂസ് ചെയ്യണത്. ഈ പിപ്പും പിപ്പറ്റും എന്താണെന്നൊക്കെ ഞാൻ ഈ കറൻസി പെയറിന്റെ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. കറൻസി പെയർ എന്താണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഈ യൂറോ USD പെയറിന്റെ 1.03526 എന്ന് പറഞ്ഞ വാല്യൂവിൽ ഈ പോയിന്റിന് ശേഷം വരുന്ന നാലാമത്തെ ഡിജിറ്റ്, അതായത് 1, 2, 3, 4 ഈ രണ്ടാണ് നമുക്ക് നാലാമതായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഈ നാലാമതായിട്ട് വരുന്ന ഈ ഡിജിറ്റ് ആണ് നമ്മുടെ പിപ്പായിട്ട് വരിക. അതായത് ദശാംശത്തിന് ശേഷം വരുന്ന 1, 2, 3, 4 നാലാമത്തെ ഡിജിറ്റ് ആണ് നമ്മുടെ പിപ്പ്. ഈ പിപ്പിനോട് ചേർന്ന് തൊട്ട് അപ്പുറത്ത് വരുന്ന ഡിജിറ്റ് ആണ്, അഞ്ചാമതായിട്ട് വരുന്ന ഈ ഡിജിറ്റ് ആണ് നമ്മുടെ
പിപ്പറ്റ് ആയിട്ട് വരാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കറൻസിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ യൂറോ USDയുടെ കേസിൽ നമ്മൾ 4ാമത് വരുന്ന ഡിജിറ്റിനെയാണ് പിപ്പായിട്ട് കൺസിഡർ ചെയ്യുക. അതിന് ശേഷം ചെറിയ പിപ്പറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ഇനി പിപ്പിൻ്റെ കാൽക്കുലേഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, പിപ്പ് കാൽക്കുലേഷൻ നമുക്ക് 2 സാമ്പിളിലൂടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സാമ്പിളാണിത്. ഇതിൽ നമ്മൾ 1 പിപ്പിൻ്റെ മൂവാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് യൂറോ USD എന്ന് പറഞ്ഞ കറൻസി പെയർ 1.3510 നിങ്ങൾ വാങ്ങിയെന്ന് വിചാരിക്കുക. സെല്ല് ചെയ്ത് 1.03520 എല്ലാം വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഡിഫറൻസ് പിപ്പിൽ വരുന്നത് ആകെ 1 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് വരുന്നത്. അതായത് 1 പിപ്പാണ് നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇതൊരു സാമ്പിളാണ്. ഇനി രണ്ടാമത്തെ ഈ സാമ്പിളിൽ നമ്മൾ 2 പിപ്പിൻ്റെ മൂവാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂറോ USD ബൈ ചെയ്ത് 1.03510 എന്നാണ്. സെല്ല് ചെയ്തിട്ടുള്ള 1.03530 അതായത് നമുക്ക് ഈ 1 ഈ 3 ആവാനായിട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് നമുക്ക് 2 പിപ്പ്, അത് 2 പിപ്സ് നമ്മൾ പറയപ്പെടുന്നത്. ഇതാണ് ഫോറക്സിൻ്റെ പിപ്പിൻ്റെ കാൽക്കുലേഷൻ. ഓക്കെ, പിപ്പ് മനസ്സിലായാൽ നമുക്ക് പിപ്പറ്റ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് പിപ്പിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വരുന്ന വാല്യൂ ആണ് പിപ്പറ്റ്. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് പിപ്പറ്റിൻ്റെ കാൽക്കുലേഷൻ ആണ്. പിപ്പറ്റ് നമ്മൾ 5ാമത്തെ ഡിജിറ്റ് ആയിട്ടാണ് നമ്മൾ യൂറോ USDയിൽ കൺസിഡർ ചെയ്യുക. 1 പിപ്പറ്റിൻ്റെ മൂവാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് യൂറോ USD നമ്മൾ 1.03516 വാങ്ങിയത്. സെല്ല് ചെയ്തത് 1.03527 നമ്മൾ സെല്ല് ചെയ്തത്. അതായത് 6 7 ആവാനായിട്ട് 1 പിപ്പറ്റ്. ഫോർ എക്സാമ്പിൾ 1 2 ആവാനായിട്ട് 1 പിപ്പാണ് വന്നത്. 6 7 ആവാനായിട്ട് 1 പിപ്പാണ് വന്നത്. അപ്പോൾ 1.1, അതായത് 1 പിപ്പ് 0.1 പിപ്പറ്റ്. അപ്പോൾ പിപ്പറ്റിന് നമ്മൾ 0.1 ഇട്ടിട്ട് അല്ലെങ്കിൽ 0.2, 0.3, 0.4 അങ്ങനെ 0.9 വരെയാണ് ഈ പിപ്പറ്റിൻ്റെ കാൽക്കുലേഷൻ വരിക. അപ്പോൾ ടോട്ടൽ ഡിഫറൻസ് എന്താണ്? 1.1 പിപ്പാണ്. 1.1 പിപ്പ് എന്ന് പറഞ്ഞാൽ 1 പിപ്പിൻ്റെ മൂവ്മെൻറ്റും 0.1 പിപ്പറ്റിൻ്റെ മൂവ്മെൻറ്റും അങ്ങനെ ചേർത്തിട്ടാണ് 1.1 പിപ്പ് എന്ന് നമ്മൾ പറയണത് ഈ ഒരു പിപ്പറ്റിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോൾ. ഇനി നമുക്ക് സാമ്പിൾ 2 നോക്കാം. സാമ്പിൾ 2ൽ ഞാൻ 3 പിപ്പറ്റിൻ്റെ മൂവാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂറോ USD ബൈ ചെയ്ത് 1.03516 സെല്ല് ചെയ്തത് 1.03539 ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിപ്പറ്റിന് 3 നോക്കിയാൽ 6 9 ആവാനായിട്ട് 3 പിപ്പറ്റ്. ഓക്കെ, 3 പിപ്പറ്റാണ് വരുന്നത്. അപ്പോൾ .3 അതായത് 0.3 നമ്മൾ പിപ്പറ്റാക്കി എടുത്തു. അതുപോലെ നമ്മൾ പിപ്പ് നോക്കുകയാണെങ്കിൽ 1 3 ആവാനായിട്ട് നമുക്ക് 2 അല്ലേ, അതായത് 2 പിപ്പ് .3 പിപ്പറ്റ്, അതായത് 2 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഈ സാമ്പിൾ 2 നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ബൈ ചെയ്ത് സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 പിപ്പിൻ്റെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഇതാണ് പിപ്പിനെയും പിപ്പറ്റിനെയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇത് യൂറോ USDയുടെ കേസിലാണ് ഞാൻ എക്സാമ്പിൾ എടുത്തത്. ഇതേ രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ള കറൻസികളെയും പിപ്പിൻ്റെയും പിപ്പറ്റിനെയും കാൽക്കുലേഷൻ ചെയ്യുന്നത്. ബട്ട് ഈ സ്ഥാനങ്ങൾക്ക് മാത്രമാണ് വ്യത്യാസം. അതായത് നമ്മൾ 4ാമത്തെ സ്ഥാനമാണ് നമ്മളിതിൽ പിപ്പും പിപ്പറ്റും കാൽക്കുലേറ്റ് ചെയ്യാനെടുത്തത് അല്ലേ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ പിപ്പ് കാൽക്കുലേഷനിൽ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട്. അതായത് കുറച്ച് കറൻസികളെ വേറെ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ രീതി എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇവിടെ കുറച്ച് കറൻസി പെയർ കൊടുത്തിട്ടുണ്ട്. അതായത് മേജർ കറൻസി പെയറുകൾ 7 കറൻസി പെയറുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ ബ്ലൂ ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ബ്ലൂ ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ള കറൻസികളുടെ വാല്യൂസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായാലും 4 ഡിജിറ്റിന്റെ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂറോ USD എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത് ഈ 4th ഡിജിറ്റിന്റെ മുകളിൽ, അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കറൻസികളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. പിന്നെ നമുക്ക് USD JPY മാത്രമേ നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതായത് നമുക്ക് ഇതിന് 2nd ഡിജിറ്റിനെയാണ് പിപ്പായിട്ട് എടുക്കുക. അതുപോലെ 3rd ഡിജിറ്റിനെ അതിൻ്റെ പിപ്പറ്റായിട്ടാണ് എടുക്കുക. അപ്പോൾ ഈ 0 1 ആവുകയാണെങ്കിൽ നമുക്ക് 1 പിപ്പാണ് വരാം അല്ലേ. ഈ 8ന്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ചേഞ്ച് ആവണമെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ യൂറോ USD കാണിച്ചെന്ന പോലെ തന്നെ പിപ്പുകളുടെ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഗോൾഡിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് $1 10 പിപ്പായിട്ട് എടുക്കുക. ഓക്കെ, ഗോൾഡിന്റെ കേസ് നമുക്ക് വളരെ ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് ഓരോ ഡോളറിന്റെ പ്രോഫിറ്റ് നമുക്ക് ഈസി ആയിട്ട് തന്നെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ലോസും പ്രോഫിറ്റും വളരെ ഈസി തന്നെയാണ്. ബട്ട് പിപ്പിന്റെ കാൽക്കുലേഷൻ പോകേണ്ട ആവശ്യമില്ല, എങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, 10 പിപ്സ് ആണ് $1 ഗോൾഡിന്റെ കേസിലൊക്കെ വരാം. ഓക്കെ, അതായത് നമുക്ക് മോസ്റ്റ് ഓഫ് ദ കറൻസിയിൽ നമ്മൾ ഈ പിപ്പ് കാൽക്കുലേഷൻ ചെയ്യുന്ന വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, പിപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് 0.0001 യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ കറൻസിയിലും പിപ്പ് കാൽക്കുലേഷൻ ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മൾ ജപ്പാനീസ് yen അതായത് JPY എന്ന് പറഞ്ഞ ഒരു കറൻസി മാത്രമാണ് നമുക്ക് 0.01 നമുക്ക് 1 പിപ്പിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരണുള്ളൂ. പിന്നെ നമുക്ക് ഗോൾഡ്, സിൽവർ, ക്രിപ്റ്റോ കറൻസീസ് എല്ലാം നമുക്ക് 0.01 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് പെറ്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിപ്പ് കാൽക്കുലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്രോഫിറ്റിനെയും ലോസിനെയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പിപ്പറ്റ് കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബിഡ് ആസ്ക് എന്താണെന്നും സ്പ്രെഡ് എന്താണെന്നാണ് നോക്കാനായിട്ട് പോണത്. അപ്പോൾ ബിഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ബയ്യർ എന്ന നിലയിൽ ആ ബയ്യറിന് സെക്യൂരിറ്റി, നമ്മൾ
ട്രേഡിംഗ് ചെയ്യുമ്പോൾ പേ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് എമൗണ്ടിനെയാണ് ബിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലറിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസിനെയാണ് ആസ്ക് എന്ന് പറയുന്നത്. ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും ചേരുമ്പോഴാണ് നമുക്ക് ഒരു ഓർഡർ എക്സിക്യൂഷൻ അവിടെ നടക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഈ ബിഡിന്റെ ആസ്കിന് നമുക്ക് ഗ്രാഫിൽ ഇതേ രീതിയിലാണ് കാണാൻ പറ്റുക. ബിഡ് പ്രൈസ് എന്ന് പറഞ്ഞത് ഇതാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ബിഡ് പ്രൈസ്. ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞത് ഈ റെഡ് കളറിൽ കാണുന്നതാണ് ആസ്ക് പ്രൈസ്. ഓക്കെ, അപ്പോൾ ബിഡ് എന്താണെന്നും ആസ്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ സ്പ്രെഡ് എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം. അതായത് ബിഡിന്റെയും ആസ്കിന്റെയും ഇടയിൽ വരുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് 1.03549 തൊട്ടിട്ട് 1.03526 വരുന്നുള്ള ഡിസ്റ്റൻസ്, അതായത് പിപ്പുകളുടെ വാല്യൂ, ഐ മീൻ പിപ്പുകളുടെ കൗണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ബേസിക് ടൈമിൽ നമ്പർ ഓഫ് പിപ്സ് ബിറ്റ്വീൻ ബിഡ് ആൻഡ് ആസ്ക് എന്ന് പഠിച്ചിരുന്നു. അതായത് ബിഡ് പ്രൈസിന്റെയും ആസ്ക് പ്രൈസിന്റെയും ഇടയിൽ വരുന്ന പിപ്പുകളുടെ കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിന് പൊതുവെ പറയുന്ന പേരാണ് സ്പ്രെഡ് ഏരിയ എന്ന്. അതായത് സ്പ്രെഡ് വാല്യൂ. അതായത് സ്പ്രെഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വട്ടം ഫോറക്സ് മാർക്കറ്റിൽ ഉച്ചരിക്കപ്പെടുന്ന ഒരു പദമാണ്. സ്പ്രെഡ് കുറഞ്ഞു, സ്പ്രെഡ് കൂടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് സ്പ്രെഡ് കൂടാ, സ്പ്രെഡ് കുറയാ മീൻസ് എന്താ വെച്ചാൽ നമുക്ക് ഒരു ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ സ്പ്രെഡ് കൂടുതലും കുറയലും സംഭവിക്കുന്നത്. അതായത് മാർക്കറ്റ് ഹൈ ലിക്വിഡിറ്റി ആയിട്ട് നിൽക്കുന്ന ഏരിയയിലാണ് നമുക്ക് നല്ലൊരു വോളറ്റിലിറ്റി ഒക്കെ നമുക്ക് കാണുന്നില്ലേ. അപ്പോൾ അങ്ങനെ സമയങ്ങളിലൊക്കെ നമുക്ക് സ്പ്രെഡ് കൂടുതലും കുറവായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മൾ നേരോ സ്പ്രെഡ്, വൈഡ് സ്പ്രെഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. വൈഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് ഒരുപാട് ദൂരമുണ്ട്, ഇതിന് വൈഡ് സ്പ്രെഡ് എന്ന് പറയാം, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഡിമാൻഡ് കുറവാണ്, ലോ ഡിമാൻഡാണ്. അതായത് ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ വോളറ്റിലിറ്റി വളരെ കുറവാണ്. ടൈറ്റ് സ്പ്രെഡ് എന്നൊക്കെ കേട്ടില്ലേ, നാരോ സ്പ്രെഡ്, അതായത് നമുക്ക് ഈ സ്പ്രെഡ് റേറ്റ് വളരെ എടുത്തായിരിക്കും. അപ്പോൾ 1.03549 തൊട്ടടുത്ത് 4.5 നിൽക്കുകയാണെങ്കിൽ നമുക്ക് ടൈറ്റ് സ്പ്രെഡ് അല്ലെങ്കിൽ നമുക്ക് നാരോ സ്പ്രെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു സ്പ്രെഡ് റേറ്റ് എടുത്ത് പുറത്തൊക്കെ നിൽക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ആ വാല്യൂൻ്റെ അടുത്തൊക്കെ ബിഡും ആസ്കും എടുത്തെടുത്ത് വരികയാണെങ്കിലാണ് ഇതിനെ നമുക്ക് നല്ല ലിക്വിഡിറ്റി ഉള്ള മാർക്കറ്റാണെന്ന് പറയാനായിട്ട് പറ്റും. ഐ മീൻ മാർക്കറ്റ് നല്ല വോളറ്റിലിറ്റിക്കുള്ള സാധ്യതയുണ്ട്, നല്ല ലിക്വിഡിറ്റിയിലുണ്ട്, നമുക്ക് നല്ല എൻട്രീസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയാം. അപ്പോൾ അതാണ് ഈ ബിഡും ആസ്കും സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ. ഇത് മൂന്നും ഒന്നിനോടൊന്ന് ഡിപ്പെൻഡ് ആയിട്ടാണ് ഇരിക്കുക. ഓക്കെ, ബിഡിൻ്റെയും ആസ്കിൻ്റെയും വ്യത്യാസങ്ങളാണ് ഈ സ്പ്രെഡിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരാം. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലിവറേജ് എന്താണെന്നാണ്. ഓക്കെ, ലിവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മാർജിനൊപ്പം കുറച്ച് ലിവറേജ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഹയർ ക്വാണ്ടിറ്റി ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന ഫാസിലിറ്റി. അതായത് ലിവറേജ് എന്ന് പറഞ്ഞാൽ ആസ് എ ടൈപ്പ് ഓഫ് ലോൺ ആണ്. അതായത് നമ്മുടെ മാർജിൻ നിങ്ങളുടെ കയ്യിൽ 10,000 റുപ്പീസ് വിചാരിക്കുക. ലിവറേജ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 10,000 റുപ്പീസ് ഞങ്ങൾ ഇരട്ടി പ്രൈസുള്ള ട്രേഡുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമുക്ക് ഈ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രോക്കർ നമുക്ക് തരുന്ന ഒരു ലോൺ ഓഫർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ടെമ്പററി ലോൺ ഓഫർ. ഓക്കെ, അതായത് നമുക്ക് ആ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എക്സിക്യൂഷൻ ടൈമിൽ നമുക്ക് നമ്മുടെ മാർജിനോട് ചേർത്തുകൊണ്ട് നമുക്കൊരു ഹയർ ട്രേഡിലോട്ട് എൻട്രി ചെയ്യാനായിട്ട് ബ്രോക്കർ തരുന്ന ഒരു ലോൺ ടൈപ്പ് സെറ്റപ്പാണ് ലിവറേജ്. ഈ ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു എക്സാമ്പിളോട് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് നിങ്ങൾക്ക് ഒരു $100 ഉള്ളൂ എന്നിരിക്കും. ഓക്കെ, $100 നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഉള്ളൂ. നിങ്ങൾ ലിവറേജ് യൂസ് ചെയ്യാൻ 20:1 ആണ്. അതായത് ലിവറേജുള്ള പല കാറ്റഗറീസിലാണ് ലിവറേജ് കിട്ടുക. 20:1, 50:1. ഓക്കെ, അതായത് 100:1, 200:1, 500:1, അങ്ങനെ ഒരുപാട് ലിവറേജുകളുണ്ട്. അതുപോലെ നമ്മൾ 20:1 എന്നാണ് ഈ ലിവറേജ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാനിരിക്കുക. 1 എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാർജിനും, അതായത് ഈ $100, 20 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലിവറേജിനാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു പൊസിഷൻ എടുക്കാനും പറ്റുന്നത് നിങ്ങൾക്ക് 20 × 100 ആണ്. അതായത് 2,000 ആണ്. $2,000 ആണ് നിങ്ങൾക്ക് ടോട്ടൽ പൊസിഷൻ എടുക്കാൻ പറ്റുക. അതായത് നിങ്ങളുടെ മാർജിൻ ആകെ $100 ഉള്ളൂ. ബട്ട് 20:1 ലിവറേജ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് $2,000 പൊസിഷനായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ലോണായിട്ട് ബ്രോക്കർ സൈറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഫാസിലിറ്റിയാണ് ലിവറേജ്. അത് ബ്രോക്കർ റിസ്കിലാണ് ബ്രോക്കർ നിങ്ങൾക്ക് ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലിവറേജിലൂടെ എന്താണ് ബെനിഫിറ്റ് എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വലിയ ട്രേഡുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് പ്രോഫിറ്റബിൾ ആവും ചെയ്യാം. ബട്ട് ആ ട്രേഡ് ലോസിലോട്ടാണ് പോകുന്നത്, അതേസമയം നിങ്ങൾക്ക് അത്രയ്ക്ക് ലോസും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ലിവറേജുകൾ കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്വാപ്പ് എന്താണെന്നാണ്. ഓക്കെ, സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ പറയാറില്ലേ, നമ്മുടെ പൊസിഷൻ ഇന്നത്തെ പൊസിഷൻ നാളേക്ക് ഹോൾഡ് ചെയ്യുക എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അങ്ങനെ നാളേക്ക് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊസിഷനെ കുറച്ച് ദിവസങ്ങൾക്ക് ഹോൾഡ് ചെയ്യുക എന്നൊക്കെ പറയില്ല. അങ്ങനെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ഹോൾഡിംഗ് എന്ന് പറയുന്ന ആ ഒരു സെയിം പദം തന്നെയാണ് ഫോറക്സിൻ്റെ ടേംസിൽ സ്വാപ്പ് എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഡേ 1 നമ്മുടെ പൊസിഷൻ ഡേ 2 ഡേ 3 അങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് പോകാമെന്നാണ് നമ്മൾ ഈ സ്വാപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ, ഐ മീൻ നിങ്ങൾ ഹോൾഡിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാപ്പ് ചാർജ് എന്ന് പറഞ്ഞ ചാർജ് അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഇവിടെ
താഴെ ഞാൻ അതിൻ്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്ര ദിവസമാണോ അതിനെ ഹോൾഡ് ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകണം, അത്രയ്ക്ക് നിങ്ങൾക്ക് സ്വാപ്പ് ചാർജസ് നിങ്ങളുടെ ഹോൾഡിങ്ങിൻ്റെ മുകളിൽ അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, ഇന്ത്യൻ മകളുടെ ഹോൾഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി എന്ന് പറയുന്ന ആ സെയിം വേർഡ് തന്നെയാണ് ഫോറക്സിൻ്റെ ടൈം ആയിട്ടുള്ള സ്വാപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിപ്പ് വാല്യൂ വെച്ചിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പിക്ചറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ സൈസ് ഓഫ് എ പിപ്പ് ഇൻറ്റു ബേസ് കറൻസി ഈസ് ഈക്വൽ ടു പിപ്പ് വാല്യൂ. പിപ്പ് വാല്യൂയുടെ കാൽക്കുലേഷൻ ആണിത്. അതായത് സൈസ് ഓഫ് എ പിപ്പ് ഇൻറ്റു ബേസ് കറൻസി ഈസ് ഈക്വൽ ടു പിപ്പ് വാല്യൂ. അതായത് നമ്മൾ 1 പിപ്പ് ഇൻറ്റു 10,000 euros ഈക്വൽ ടു 1 USD. ഇതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ, ബേസ് കാൽക്കുലേഷൻ വരുന്നത്. 10,000 euros ഒരു ട്രേഡ് നിങ്ങൾ എൻട്രി ആവുകയാണെങ്കിൽ നിങ്ങൾ എൻട്രി വാല്യൂ നിങ്ങൾക്ക് 1.10550 എൻട്രി ആയിട്ട് 1.10650 നിങ്ങൾ എക്സിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് $1 ആണ് നിങ്ങൾ ഏൺ ചെയ്യുന്നത് പെർ പിപ്പിന്റെ മുകളിൽ. അങ്ങനെ നിങ്ങൾക്ക് 10 പിപ്പ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് $10 ആണ് പ്രോഫിറ്റ് വരിക. അപ്പോൾ ആ ഒരു പ്രോഫിറ്റിന് നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ശരിക്കും ഇത്. ഈ സെയിം ട്രേഡ് നിങ്ങൾ 1.10450 സെല്ല് ചെയ്ത് വിചാരിക്കുക. അതായത് നിങ്ങൾ ലോസിലാണ് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് 10 പിപ്പ് നിങ്ങൾക്ക് ഡിക്രീസ് ആവുകയാണ് ചെയ്യുക, അത് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് $10 ആണ് ലോസ് വരിക. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ മെത്തേഡ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് നിങ്ങൾക്ക് പിപ്പുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ സെക്കൻഡ് എക്സാമ്പിൾ USD JPYD ആണ്. അപ്പോൾ USDയുടെ മുകളിൽ നമ്മൾ 10,000 USD വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വാല്യൂയിൽ വാങ്ങിയിട്ട് ഈ ഒരു വാല്യൂ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് നിങ്ങൾ 0.94 USD ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ടോട്ടൽ 20 പിപ്സിന് മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 18.80 USD ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് വരിക. അതേപോലെ തന്നെ നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ കുറച്ച് താഴ്ന്ന വാല്യൂലാണ് സെല്ല് ചെയ്തിരിക്കുക. 20 പിപ്സ് ഡിക്രീസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് $18.80 ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കാൽക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് 2 എക്സാമ്പിൾസ് ആണ് പിപ്പുകളെ കാൽക്കുലേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ പ്രോഫിറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ എക്സാമ്പിളിലൂടെ തരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വന്നിട്ടുള്ളതെന്ന് നോക്കി വെക്കുക. ഓക്കെ, നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫോറക്സ് മാർക്കറ്റിൻ്റെ സൈക്കോളജിക്കൽ ചലഞ്ചുകളാണ്. അതായത് 4 ചലഞ്ചുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചലഞ്ചുകളെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓവർ ട്രേഡിംഗ് നിങ്ങൾ ലോസ് റീകവർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായിട്ട് യൂസ് ചെയ്യരുത്. പിന്നെ എന്താ പറയുക, ലോസ് ആയിട്ടുള്ള പൊസിഷൻസ് അധികം ഹോൾഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ട്രേഡിനും അതിൻ്റെതായ ടാർഗറ്റുകൾ കറക്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഓരോ ട്രേഡുകളും നിങ്ങൾ പ്രോഫിറ്റിലും ലോസിലായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക. മാർക്കറ്റ് കറക്റ്റായിട്ട് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്ലാൻ പ്രകാരം കറക്റ്റ് കാൽക്കുലേഷൻ പ്രകാരമുള്ള മൂവ്മെൻറ്റുകളും കാര്യങ്ങളും അതിൻ്റെ റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം മാർക്കറ്റ് ഡിസിഷൻസ് എടുക്കുക, നല്ല എൻട്രീസും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇതോടുകൂടി നമ്മുടെ ഫോറക്സ് ലേണിംഗ് സീരീസിൻ്റെ 3 പാർട്ടും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.